ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പച്ചപ്പും ചരിത്രവും ഒന്നു ചേരുന്ന പാലക്കാടിൻ്റെ ഹൃദയത്തുടിപ്പായ നമ്മുടെ സ്വന്തം പാലക്കാട് കോട്ട. അവിടേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്ക് 25 രൂപയാണ്. ഓൺലി ക്യാഷ്. ഗൂഗിൾ പേ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ചരിത്രപ്രേമികൾക്ക് മാത്രമല്ല, ഒരു നേരം അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും വന്നിരിക്കാൻ പറ്റിയൊരിടം. അതാണ് നമ്മുടെ പാലക്കാട് കോട്ട. കോട്ടയുടെ പ്രധാന കവാടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുക ഈ ഒരു കിടങ്ങാണ്. ഇതിൽ നിറയെ ആമകളും മീനുകളും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു. വീഡിയോയിൽ കാണുമ്പോൾ ഇതിൽ നിറയെ ആമകളെ മാത്രമേ കാണാനുള്ളൂ, പക്ഷേ നിറയെ മീനുകളും ഉണ്ട് കേട്ടോ. കുറച്ചു നേരം അവിടേക്ക് നിന്ന് പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ച് നേരെ നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് കോട്ടയുടെ ചരിത്രം എഴുതിയ ബോർഡ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. കോട്ടയുടെ ചരിത്രം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റൂട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയത് കരിങ്കൽ ചുവരുകൾക്കിടയിലെ ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല ചന്ദനത്തിൻ്റെയും നെയ്യിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു മണം ഇവിടെ നിന്നുണ്ടായിരുന്നു. ആ കാമായിട്ടുള്ള പ്ലേസിൽ കൂടെ കടന്നു പോകുമ്പോൾ പിന്നെ നേരെ നമ്മൾ ചെല്ലണത് മെയിൻ എൻട്രൻസിലേക്കാണ്. അവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഒരു സ്കൂളിലത്തെ കുട്ടികളെന്നെ കോട്ട കാണിക്കാൻ കൊടുത്തിരിക്കുക തോന്നുന്നു. ഞാൻ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. വെയിലാണെങ്കിൽ ഞാനിങ്ങനെ നടന്ന് കാണുമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടൻ വെയിലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത്രയും വെയിലായിരിക്കും. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് മൊത്തം ഒന്ന് കറങ്ങി കണ്ടു. നിങ്ങളിവിടെ വന്നിട്ടുള്ളവരാണോ എങ്കിൽ കോട്ടയിലെ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ബൈ, നാളെയും കാണാം.